കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്റർവ്യൂ ഫേക്ക് അല്ലായിരുന്നു എന്ന് സുധീഷ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് സുധീഷ് തൻ്റെ ഫ്രണ്ടായ അനൂപിനെ വിളിക്കുന്നു. നിധിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഇന്റർവ്യൂ സത്യം തന്നെ അല്ലേടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഏത് നിധി എന്ന് അവനും. എടാ, എന്റെ വൈഫ് ഞാനൊരു ജോലിക്കാരൻ പറഞ്ഞിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത ഫേക്ക് ഇന്റർവ്യൂ അല്ലേ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ സുധീഷ് പരിഭ്രമത്തോടെ ആ മൊബൈൽ കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുന്ന നിധിയും. എടാ, ഇന്ന് അറേഞ്ച് ചെയ്ത റിയൽ ഇന്റർവ്യൂ അച്ഛൻ അവിടെ ഇല്ലാത്തോണ്ട് ഒന്നും നടക്കില്ലെന്ന് നീ പറഞ്ഞില്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുമ്പോൾ എടാ, നീ എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴാ നിന്നോട് അങ്ങനെ പറഞ്ഞത്? അച്ഛൻ ഇല്ലാത്തോണ്ടല്ലടാ നീ വൈഫിനെയും കൂട്ടി വന്നത്. ജോലിയൊന്നും കൊടുക്കണ്ട, വെറുതെ ഒരു ഇന്റർവ്യൂ നടത്തി വിട്ടാ മതി എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അച്ഛൻ ഇവിടെ ഉള്ളോണ്ടല്ലേ ഇന്റർവ്യൂ നടക്കാഞ്ഞത്. ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ള ഫേക്ക് ഇന്റർവ്യൂ ഒന്നും പറഞ്ഞു വരരുത് കേട്ടോ എന്നൊക്കെ അനൂപ് സത്യം വെട്ടിത്തുറന്ന് പറയുമ്പോഴേക്കും സുധീഷ് പെട്ടെന്ന് തന്നെ ആൾ കോൾ കട്ട് ചെയ്യുകയാണ്. സത്യമറിഞ്ഞ നിധിയും ആകെ ദേഷ്യത്തോടെ സുധീഷിനെ തന്നെ നോക്കി നിൽക്കെ, നിധി എല്ലാരും എന്നെ പറഞ്ഞു പറ്റിക്കാണോ സത്യമായിട്ടും എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, നിങ്ങളോട് ഇന്റർവ്യൂ നടത്തി ക്വാളിഫൈഡ് ആണെങ്കിൽ ജോലി തരാന്ന് പറഞ്ഞതാ, പക്ഷേ ഇപ്പൊ നിന്ന നിൽപ്പിൽ കള്ളം പറയുന്നു അല്ലേ? അതല്ലേ പറയാൻ വരുന്നത്? സത്യത്തിൽ നിങ്ങൾ ആ കുടുംബത്തിലെ മറ്റുള്ളവരെ കൂടപ്പുറപ്പായി ജനിച്ചോ തന്നെയാണോ, അതോ അത് ഒരു വലിയ നുണയാണോ? നിധി സുധീഷിന് നേരെ പൊട്ടിത്തെറിക്കുമ്പോ ഇയാള് നല്ലൊരു മിടുക്കിയായതുകൊണ്ട് ഫേക്ക് ഇന്റർവ്യൂ നടത്തിയാലും അവർ ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് സുധീഷ് വീണ്ടും പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. ഞാൻ നിങ്ങളോട് ജോലിയുടെ കാര്യം പറഞ്ഞത് തെറ്റായിപ്പോയി, പക്ഷെ നിങ്ങൾക്കത് പറ്റില്ലെന്ന് പറയായിരുന്നില്ലേ? നിനക്ക് ജോലി വേണമെങ്കിൽ നീ കണ്ടെത്തിക്കൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു പോരായിരുന്നോ? ഇത് രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ഞാൻ തയ്യാറെടുത്ത് നിങ്ങളുടെ വാക്കു വിശ്വസിച്ച് കൂടെ വന്നിട്ട് എന്തിനാണോ ഇങ്ങനെ ഫേക്കായിട്ട് അഭിനയിക്കുന്നത്? നിങ്ങളൊരു തനി വ്യാജന. കുടിച്ച വെള്ളത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളില്ല. നിങ്ങൾ ആരെയും ചതിക്കും, അതിനുവേണ്ടി എന്ത് നുണയും പറയും. നിധി പറയുമ്പോൾ, നിധി ഞാൻ ശ്രമിച്ചത് ഇയാളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാ എന്ന് സുധീഷും. താൻ ഇനി ഒരു നന്മയും ചെയ്യണ്ട പോരെ എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ, സോറി വെരി മച്ച് എന്ന് സുധീഷും. ഒരു ചോദ്യത്തിന് കൂടി നിങ്ങൾ എനിക്ക് മറുപടി തരണം, അത് സത്യമായിരിക്കണം എന്ന് നിധി പറയുമ്പോൾ, ശരി ചോദിക്കുന്ന സുധീഷും. നിങ്ങളുടെ അമ്മയെ അച്ഛൻ കൊന്നതാണോ? എന്നിട്ടാണോ അച്ഛൻ ജയിലിൽ പോയത് എന്ന നിധിയുടെ ചോദ്യം കേട്ട് ഇതാരാ നിധിയുടെ അടുത്ത് പറഞ്ഞേ എന്ന് സുധീഷും. ശരിയാണോ അല്ലയോ എന്താ മിണ്ടാതിരിക്കുന്നേ? അപ്പോ അത് സത്യാണല്ലേ? ഇത്രയും വലിയൊരു വിഷയമായിരുന്നിട്ട് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, പകരം വീടിനെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞ് ഇമേജ് ഉണ്ടാക്കാൻ നോക്കി. ഒരിക്കൽ പോലും ഇത് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ, എന്തിന് ഞാൻ പറയണം? എന്തിനു പറയണമെന്ന്? ഞാൻ പറഞ്ഞ മറ്റു നുണകൾക്ക് എന്തു കാരണമാണുള്ളത്? അത് തന്നെയാ ഇത് പറയാത്തതിനും കാരണം. ഇങ്ങനെ കല്യാണം നടക്കുമെന്നോ ഇയാൾ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നോ ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞേനെ. എടോ, ഇയാൾ എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്നവരോടെല്ലാം കുടുംബ ചരിത്രം പറയേണ്ട കാര്യമെന്താ? അതുകൊണ്ട് പറഞ്ഞില്ല. അച്ഛനെ പറ്റി അഭിമാനത്തോടെ പറയാൻ വേണ്ടിട്ടേ. പത്മശ്രീ കിട്ടിയ ആളൊന്നുമല്ലല്ലോ അയാള്. ജയിലിൽ പോയത് അങ്ങനെ പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ എന്തിന് മറ്റുള്ളവരോട് പറയണം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ പോയി എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല. നാട്ടുകാരെ ഇനിയും എന്റെ വീടിനെ പറ്റി പലതും പറയും. അതിനെല്ലാമുള്ള ഉത്തരം ഇനി എന്റെ കയ്യിൽ ഇല്ല. അച്ഛൻ ജയിലിൽ പോയിട്ടുണ്ട്, അമ്മ മരിച്ചതിന് ശേഷം. അതിനിപ്പോ കൊന്നിട്ടാണോ കൊല്ലാതെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് സുധീഷ് പറയുമ്പോ, എന്ന് വെച്ചാ സത്യം പറയില്ലെന്ന് അല്ലേ എന്ന് നിധിയും. നിധി എനിക്കറിയില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കറിയില്ല. അതിന് ഇയാൾ എങ്ങനെ മനസ്സിലാക്കിയാലും എനിക്കറിയില്ല എന്ന് പറഞ്ഞവൻ ആ മരത്തിന് ചുവട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അവിടെ റോഡിലൂടെ സുധീഷിനെ തിരഞ്ഞ് നടക്കുകയാണ് നികേഷ്. സ്കൂട്ടിയിൽ അതുവഴി പോകുന്ന ജിൻഡോ നികേഷിനെ കണ്ട് തിരികെ വന്ന് നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പോ, സുധീഷേട്ടൻ ഇങ്ങോട്ട് വന്നോന്നറിയാൻ എന്ന് നികേഷും. അവരല്ലേ അവിടെ നിൽക്കുന്നത് ആ പാർക്കില്. ഞാൻ പോരുമ്പോഴേ രണ്ടുപേരും എന്തോ സീരിയസ് ആയി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് ജിൻഡോ പറഞ്ഞു നിർത്തുമ്പോഴേക്കും, അതെയോ എന്ന് ചോദിച്ച് നികേഷും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അവിടെ ടെൻഷനോടെ ആ മരത്തിന് ചുവട്ടിലിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് എഴുന്നേറ്റ് വന്ന്, ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, അങ്ങനെ പല വിഷമത്തിലായിരുന്നില്ലേ? ഇയാളെ കുറച്ച് മെന്റലി സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോ, മതി സംസാരിക്കല്ലേ. ഇത്രയും വലിയ ഫ്രോഡാണ് നിങ്ങളെന്ന് സത്യമായിട്ടും ഞാൻ വിചാരിച്ചില്ല. നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും ദൂരം ഞാൻ വന്നത് എങ്ങനെയാന്ന് തന്നെ ഇപ്പൊ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട് വിട്ട് വരില്ലായിരുന്നു എന്ന് ദേഷ്യത്തോടെ പറയുമ്പോ, വരില്ലെങ്കിൽ
വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ സൂര്യയെ വിവാഹം ചെയ്ത് ഇയാളുടെ അച്ഛൻ നിശ്ചയിച്ച പോലെ അങ്ങ് ജീവിക്കുമായിരുന്നു എന്ന് സുധീഷും ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട. അതിനുള്ള അർഹത നിങ്ങൾക്കില്ലെന്ന് നിധിയും. എടോ, ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ പച്ചക്കള്ളം പറഞ്ഞ് നാടകം കളിച്ച് ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഇയാൾക്ക് വേണ്ടിയാ ഞാൻ അത് ചെയ്തത്. ഇയാൾ കഷ്ടപ്പെടുന്നത് കണ്ടോണ്ടാ ഞാൻ അത് ചെയ്തത്. എടോ, ആ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാന്ന് ഇയാൾ തന്നെയല്ലേ പറഞ്ഞത്? അതിനുവേണ്ടി ഞാൻ സഹായിച്ചെന്നല്ലേ ഉള്ളൂ. ഒരു രാത്രി മുഴുവൻ ഞാൻ ഇയാളെ കൊണ്ട് ചുറ്റിയതാ. എന്നിട്ട് പിറ്റേ ദിവസം രാത്രിയാ എന്റെ വീട്ടിലോട്ട് വന്ന് കയറിയത്. എന്നിട്ട് ഞാൻ ഇയാൾ എന്തെങ്കിലും ചെയ്തോ? പറ, എന്തെങ്കിലും ചെയ്തോന്ന്? ഇല്ലല്ലോ. ഇപ്പൊ താൻ താമസിക്കുന്നത് എന്റെ വീട്ടിലല്ലേ? അപ്പോഴും ഞാൻ എന്തേലും മോശമായിട്ട് പെരുമാറിയോ? ഉണ്ടോ ഇല്ലയോ എന്ന് പറ. ഇതി മര്യാദയ്ക്ക് ആരും അറിയാതെ ഇവിടെ എത്തി. ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ താമസിച്ച് ജോലി അന്വേഷിക്കാനുള്ള സാഹചര്യം ഞാനാണോ ഇല്ലാണ്ടാക്കിയത്? എല്ലാം ഇയാളുടെ പിടിപ്പുകേടായിരുന്നില്ലേ? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കാതെ പോരാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്തിന്? വണ്ടിയിൽ വെച്ച് ആ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ വിളിക്കല്ലേന്ന് 1000 വട്ടം പറഞ്ഞിട്ടും ആരാത് ചെയ്തത്? എടോ, അതുകൊണ്ടല്ലേ അയാള് പിന്നാലെ ഓടി വന്നതും സ്റ്റേഷനിലേക്ക് ഓടിക്കയറി ഇതെല്ലാം സംഭവിച്ചതും. ഈ നിശ്ചയിച്ചതുപോലുള്ള സംഭവങ്ങൾക്ക് നിന്നു കൊടുക്കുക മാത്രമേ ഞാനും ഇയാളുമൊക്കെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എപ്പോഴോ സ്വന്തം ദാരിദ്ര്യവും വൃത്തികെട്ട ഭൂതകാലവും ചുവയ്ക്കാൻ നോക്കിയതിനും ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചുവോ ആ സ്വപ്നമൊക്കെ ഒരു നുണയായി പറഞ്ഞതിനും എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണോ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി മിണ്ടാതെ ഒരു ഇരിപ്പ് തന്നെയാ. എന്നെ വിട്. എന്റെ വീട്ടിൽ ആരെങ്കിലും ഇയാളോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് വെറുതെ അങ്ങ് ബ്ലൻഡായി നീ ഒരു ഫ്രോഡാണ്, നിന്നെ വിശ്വസിച്ചത് തെറ്റായി പോയി എന്നൊന്നും പറയല്ലേ നിധി എന്ന് സുധീഷ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തതെല്ലാം ഫ്രോഡ് പണികൾ തന്നെയാ. എന്നിട്ട് അത് പറയുമ്പോൾ മറ്റുള്ളവരുടെ വായടപ്പിക്കുന്ന തരത്തില് ന്യായീകരണവും ദേഷ്യവും. കൊള്ളാലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിധി വീണ്ടും വീണ്ടും അത് തന്നെ പറയല്ലേ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. എല്ലാ സത്യവും സത്യസന്ധമായി പറഞ്ഞ് എന്റെ ജീവിതം ഇയാളുടെ മുന്നിൽ വരച്ചിടാൻ ഇയാളെന്താ എന്റെ ഭാര്യയോ? ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് ഇയാൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ മാത്രം പെർഫെക്റ്റ് ആയാൽ മതി എന്നാണോ? പകരം ഇയാൾ ഞാൻ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു എന്ന് വിചാരിക്കാം. ഇതാണ് എന്റെ ഫാമിലി. എന്റെ അച്ഛൻ ഇങ്ങനെയാണ്, നാട്ടുകാർ ഇങ്ങനെയാണ് എന്റെ കുടുംബത്തെ പറ്റി പറയുന്നത്. എന്റെ ബ്രദേഴ്സിന്റെ പണി ഇതൊക്കെയാണ്, എന്റെ പണി ഇതൊക്കെയാണ്. എനിക്ക് ഇയാളെ ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റൂ, ഇതൊക്കെ വാങ്ങിത്തരാൻ പറ്റൂ, ഇതൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇയാളുടെ കഴുത്തിൽ താലി കെട്ടൂ. പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ. എല്ലാം പറഞ്ഞുറപ്പിച്ചൊരു അറേഞ്ച്ഡ് മാരേജ് ഒന്നും ആയിരുന്നില്ലല്ലോ നമ്മുടേത്. ഒരു രാത്രിയിൽ എല്ലാം തീരുമാനിച്ച് നമ്മൾ അങ്ങ് ഇറങ്ങിപ്പോന്നു. അതല്ലേ ഉണ്ടായത്. നമ്മൾ എത്ര ദിവസം സംസാരിച്ചിട്ടുണ്ടാവും? 5 ദിവസം പോട്ടെ, 10 ദിവസം. 10 ദിവസത്തെ പരിചയത്തിനുള്ളിൽ ആയുഷ്കാലം മുഴുവൻ എനിക്ക് തുറന്നു പറയാൻ പറ്റുമോ? ന്യായമില്ലാതെ എന്റെ അടുത്ത് വെറുതെ ദേഷ്യം കാണിക്കല്ലേ നിധി എന്നൊക്കെ വീണ്ടും സുധീഷ് പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ മതി. നിങ്ങളുടെ സ്വഭാവം ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തു തെറ്റിനും നിങ്ങൾക്ക് ന്യായമുണ്ടാവും. സംസാരിച്ചു കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ ശരിക്കും മിടുക്കനാ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നെയാ നിങ്ങൾ എന്നെ ചതിച്ചത്. ഈ നാവില്ലായിരുന്നെങ്കിലേ ആരെങ്കിലും നിങ്ങളെ പണ്ടേ തല്ലിക്കൊന്നേനെ. ഇനി നിങ്ങൾക്ക് എന്ത് നുണയും പറയാം, നിങ്ങളെ പറ്റിയോ നിങ്ങളുടെ ചേട്ടനെ പറ്റിയോ നിങ്ങളുടെ കുടുംബത്തെ പറ്റിയോ എന്തും. പക്ഷേ എന്നെ പറ്റിക്കാനായിട്ട് ആ നുണയുമായി വരരുത് എന്ന് നിധി പറയുമ്പോൾ ടെൻഷനോടെ ശരി ഓക്കെ എന്ന് സുധീഷ് പറയുന്ന കണ്ട് ആദ്യം ഈ അഭിനയമൊന്നും നിർത്ത് എന്ന് നിധിയും. എന്താടോ ഇത്? ദേഷ്യം പറഞ്ഞാലും ചീത്ത വിളിക്കും, ഓക്കെ പറഞ്ഞാലും ചീത്ത വിളിക്കും എന്ന് സുധീഷ് പറയുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ ഇനി ഒരു ജോലിയും അന്വേഷിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാമെന്ന് നിധിയും തീർത്തു പറയുമ്പോൾ സുധീഷ് ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് ആ പാർക്കിലേക്ക് നടന്നു വരുന്നുണ്ട്. ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് കരുതി എന്നെ സന്തോഷിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾക്കില്ല. അതാദ്യം മനസ്സിലാക്കിക്കോ. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കരണക്കുറ്റി നോക്കി പൊട്ടിക്കാനാ തോന്നുന്നത്. അവൾ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഏട്ടത്തിന്ന് വിളിച്ച് നികേഷ് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാണോ? വീട്ടിലെ ചേട്ടനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഏട്ടത്തിയെ കണ്ടപ്പോ സുഭാഷ് ഏട്ടനെ ഒന്ന് ഫോൺ വിളിച്ച് പറയായിരുന്നില്ലേ എന്ന് സുധീഷിനുണ്ടായി നികേഷ് ചോദിക്കുമ്പോ എടാ അത് ഞാൻ അന്വേഷിച്ചു വരുമ്പോഴാ കണ്ടത്. അപ്പോ സംസാരിച്ചു നിന്നതാണെന്ന് സുധീഷും. എന്നാലും ഫോൺ വിളിച്ചു പറഞ്ഞൂടെ എന്ന് നികേഷ് ചോദിക്കുമ്പോ ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങായിരുന്നടാ, പിന്നെ ഓരോ കാര്യങ്ങള് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ എന്നൊക്കെ സുധീഷ് പറയുമ്പോഴും നിധി മിണ്ടാതെ ടെൻഷനോടെയും ദേഷ്യത്തോടെയും ഒരു നിൽപ്പ് തന്നെയാ. എന്നാ ഞാൻ ഏട്ടത്തിയും കൂട്ടിക്കൊണ്ട് പൊക്കോട്ടെ എന്ന് നികേഷ് ചോദിക്കുമ്പോ പിന്നെന്താ കൂട്ടിക്കൊണ്ട് പോ എന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോ സുധീഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ റോഡിലൂടെ നടന്ന് വീട്ടിലേക്കുള്ള ആ യാത്രയിൽ സുധീഷ് ഏട്ടനുമായി വഴക്കിട്ടോന്ന് നികേഷ് ചോദിക്കുമ്പോ നിധി ഒന്നും മിണ്ടാതെ നടക്കുക. ഏട്ടത്തിക്ക് എന്നോടും വഴക്കാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോ നിന്നോട് ഞാൻ എന്തിനാ വഴക്കിടുന്നത് എന്ന് നിധിയും. പിന്നെന്താ മിണ്ടാത്തതെന്ന് അവൻ ചോദിക്കുമ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്തോ ആകെ ഒരുമാതിരി എന്ന് നിധിയും. എനിക്ക് മനസ്സിലായി സുഭാഷ് ഏട്ടൻ വലിയ ആർക്കിടെക്റ്റും സൂപ്പർവൈസറുമാണെന്നൊക്കെ.
സുധീഷ് ഏട്ടൻ കള്ളം പറഞ്ഞല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല നാവെടുത്താൽ പറയുന്നത് എല്ലാം നുണ മാത്രമാ. ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്ന് ആദ്യം, ആ കള്ളം ഞാൻ പിടിക്കുമെന്നായപ്പോ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു. മേസ്തിരിയുടെ ഡ്രസ്സും പണി ആയുധങ്ങളും ഒക്കെ ആയി പോകുന്നത് എളിമ കൊണ്ടാണത്രേ. ഒരു നുണയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, എന്തിന് ഇന്നത്തെ ഇന്റർവ്യൂ വരെ തനി കള്ളം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, സുധീഷ് മാത്രം എന്താ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ? വേറെ ആരും ഇങ്ങനല്ലല്ലോ എന്ന് നിധി പറയുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നുണ പറയും. പരിചയമില്ലാത്ത ആളോടാ പറയുന്നതെങ്കിൽ വീടിനെ പറ്റി അടിച്ചുവിടും. അച്ഛന്റെ ജോലി എന്താണെന്ന് വെച്ചാ അപ്പൊ തോന്നുന്നത് പറയും. ബസ് മുതലാളിയാണ്, പട്ടാളത്തിലാണ്, ഗൾഫിലാണ്, അങ്ങനെ എന്തോ. ഈ വലിയ വീടും വീട്ടുകാരും ഒക്കെയുള്ള ആൾക്കാരുടെ ഇടയിലെ പിടിച്ചു നിൽക്കാൻ വെറുതെ തട്ടിവിടുന്നതാ എന്നൊക്കെ സുധീഷ് പറയുമ്പോ എന്തിന്, അതുകൊണ്ട് എന്താ നേട്ടമെന്ന് നിധിയും. സുധീഷ് ഏട്ടൻ ആഗ്രഹിക്കുന്നതേ അങ്ങനെ ഒരു വലിയ ജീവിതമാ. ഞങ്ങളുടെ കയ്യിലപ്പോ തള്ളി മറിക്കാൻ വേറെന്താ ഉള്ളത്? അപ്പൊ പിന്നെ ഉണ്ടാക്കി പറഞ്ഞല്ലേ പറ്റൂ. പക്ഷേ ബാക്കി ഞങ്ങൾ 3 പേരും അങ്ങനെയല്ല കേട്ടോ, അതുകൊണ്ട് ഹാപ്പിയാ. എന്നാലും സുധീഷ് ഏട്ടൻ പാവാ, അത്ര ഡേഞ്ചറായ ആളൊന്നുമല്ലെന്ന് നികേഷ് പറയുമ്പോ ഇങ്ങനെ നുണ പറയുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും? പേടിയാവുന്നൊന്നും നിധിയും. അയ്യോ, അങ്ങനെ പേടിക്കാനുള്ള കുഴപ്പമൊന്നും ഇല്ലെന്നേ. സുധീഷേട്ടനെ ആ വീട് ഇഷ്ടമല്ല, അവസരം കിട്ടിയാൽ അവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന് പലപ്പോഴും പറയും. ഈ ഉള്ളതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്തപ്പോഴേ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നതാ ഏട്ടത്തി, അത്രേ ഉള്ളൂ. പക്ഷേ ഏട്ടനെ സുധീഷ് ഏട്ടനെ വലിയ ഇഷ്ടാട്ടോ. ചിലപ്പോ ആ ഇഷ്ടം കൊണ്ട് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചുമ്മാ തട്ടിവിട്ടതായിരിക്കും. ഏട്ടത്തി ഒന്ന് ക്ഷമിച്ചേരെ, ഇപ്പൊ ഏട്ടത്തിക്ക് സത്യം മനസ്സിലായെന്ന് അറിയാലോ. ഇനി അങ്ങനെയുള്ള നുണകളൊന്നും പറയില്ല, ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് നികേഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ നിധിയെ കാണാതെ ടെൻഷനോടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുഭാഷ്. ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്ന ഹരീഷ് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ടെൻഷനാവണ്ട, ഏട്ടത്തി എവിടെയും പോവില്ല, ഇങ്ങനെയൊരു പെരുന്നുണേനെയാണല്ലോ കല്യാണം കഴിച്ചതെന്ന് ഓർത്തപ്പോ വിഷമമായിട്ടുണ്ടാവും. അല്ല, അത് മാറുന്നവരെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടാവും എന്ന് ഹരീഷ് പറയുമ്പോ അവൾക്ക് നല്ല വിഷമമായി കാണുമെന്ന് സുഭാഷും. ഇതൊക്കെ സുഭാഷ് ഏട്ടന്റെ അനിയൻ ചെയ്തു വെച്ചോണ്ടാ, കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാ വേണ്ടത്. അതെ, ചേട്ടൻ ചെയ്യാത്തോണ്ടാണെന്ന് ഹരീഷും. അപ്പോഴേക്കും സുധീഷ് തനിയെ തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുന്നുണ്ട്. അവൾ എവിടെയെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറി പോവുക. എടാ, അവളെ അന്വേഷിച്ചു പോയിട്ട് നീ മാത്രം തനിയെ വന്നത് എങ്ങനെയാ എന്ന് ചോദിച്ച് സുഭാഷും പുറകെ ചെന്ന് അവനെ പിടിച്ചു നിർത്തി. എടാ, അവളെ കണ്ടില്ലെന്ന് എന്ന് ചോദിക്കുമ്പോ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത് കേട്ടില്ലേ, എന്താ മറുപടി പറയാത്തെ? മറുപടി പറ എന്ന് ഹരീഷും. മറുപടി പറയാൻ എനിക്ക് മനസ്സില്ല, നീ എന്തു ചെയ്യും? പറയടാ നീ എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ നേരെ ചെല്ലുമ്പോഴേക്കും സുഭാഷ് അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് ശരി, ഇയാളൊരു ഭൂലോക ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോ ഏട്ടത്തി ഇറങ്ങി പോയിണ്ടാവും അല്ലേ? അല്ല, അവസാനം ഇത് സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ ഹരീഷ് പറയുമ്പോ അതേടാ, നിന്റെയൊക്കെ മനസ്സിലിരിപ്പതാ, അവൾ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല, എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. അതെന്ന് നടക്കുമെന്ന് ആലോചിച്ച് നടക്കുമായിരുന്നല്ലോ നീ. എന്റെ കല്യാണം നടന്ന അന്ന് മുതൽ തുടങ്ങിയതാ. അവളെ പോലൊരു കുട്ടിയെ എനിക്ക് കിട്ടിയതിന്റെ കണ്ണുകടി അല്ലേടാ നിനക്ക് എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ, തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. ഹരീഷും അവന്റെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. അല്ലാതെ നിനക്ക് എന്താടാ ഇത്ര ചൊറിയാൻ എന്ന് ചോദിച്ച് സുധീഷും ഹരീഷും തമ്മിൽ വഴക്കിടുമ്പോ മാറടാ, മാറി നിൽക്കാനെന്ന് പറഞ്ഞ് സുഭാഷ് അവരെ രണ്ടുപേരെയും തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ ഇങ്ങനെ വഴക്കിട്ടിട്ട് എന്താ കാര്യം? എടാ, ആ കുട്ടി എവിടെ പോയി അത് പറ എന്ന് സുഭാഷും. അവളോട് വലിയ സ്നേഹമുള്ളതുപോലെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കല്ലേ. അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിലേ അവളോടെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നോ നിങ്ങള്? ഞാനും നിധിയും കൂടി ഒരു കുടുംബമായി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതുതന്നെയാ കാരണം എന്ന് സുധീഷ് പറയുന്ന കേട്ട് നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? അവളോട് സത്യം പറയരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്നോടൊരു വാക്കുപോലും പറയാതെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാം വിശദമായി അങ്ങ് കാണിച്ചു കൊടുത്തില്ലേ. പ്രൊഫൈസർ ആണെന്ന് ഞാൻ നുണ പറഞ്ഞതാണെന്ന് തെളിവടക്കം വിശദമാക്കി കാണിച്ചു കൊടുത്തപ്പോ സമാധാനമായല്ലോ നിങ്ങൾക്ക്. എന്നെ ഒരു കള്ളനാക്കി അവളുടെ മുന്നിൽ നിർത്തിയപ്പോ സന്തോഷമായില്ലേ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അതെന്നല്ലേ സത്യം? ആദ്യം പറഞ്ഞു ആർക്കിടെക്റ്റ് ആണെന്ന്. ഏട്ടത്തി ഇവിടെ വന്ന് ഈ വീടും ചേട്ടന്റെ പ്രകൃതവും കണ്ടപ്പോ ആ നുണ നിലനിൽക്കില്ലെന്ന് മനസ്സിലായി. അപ്പൊ സൂപ്പർവൈസറായി അല്ലേ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ട് എന്ന് വെച്ചാ അത് അവളോട് ചെന്ന് പറയണോന്ന് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേറെ എന്താടാ ചെയ്യാ? നുണ പറയാനായിട്ട് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം അവള് സത്യം അറിയില്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന് നിസ്സഹായതയോടെ സുഭാഷും പറയുന്നുണ്ട്. അറിയുമ്പോ അറിഞ്ഞോട്ടെന്ന് വിചാരിച്ച് അങ്ങ് അടങ്ങിയിരുന്നോണം എന്ന് സുധീഷ് പറയുമ്പോ അതെങ്ങനെയാടാ സുധീഷേ? എടാ, ഇത്രയും നാളും പറയാതിരുന്നത് എന്റെ കൂടി തെറ്റാണെന്ന് ആ കുട്ടി വിചാരിക്കില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഓ, അപ്പോ സ്വയം ഹരിശ്ചന്ദ്രനായതാണ് അല്ലേ? നന്നായി, നിങ്ങളെ അവള് കുറ്റക്കാരനായി കാണാൻ പാടില്ല, എന്നെ എങ്ങനെയെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ടെൻഷനോടെ എടാ അങ്ങനെയല്ല എന്ന് സുഭാഷും. അങ്ങനെയാണെന്ന് പറ സുഭാഷ് ഏട്ടാ, ഇയാൾക്ക് എന്ത് നുണ വേണമെങ്കിലും പറയാം, നമ്മൾ അത് മുഴുവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണോ?
സുഭാഷിട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. ആ കാരണം കൊണ്ട് ഏട്ടത്തി നിങ്ങളെ എങ്ങനെ കണ്ടാലും വേണ്ടില്ല. പക്ഷേ നിങ്ങളുടെ നുണ കാരണം സുഭാഷ് ഏട്ടനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, ഞങ്ങളെ ആരെയും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോ സബാഷ്, അടിപൊളി. അപ്പോ നിങ്ങളെല്ലാവരും നല്ല പിള്ളകളാണെന്ന് അവളുടെ മുന്നിൽ അങ്ങ് തെളിയിക്കണം. എന്നെ മാത്രം നുണയനാണെന്ന് അവൾ വിചാരിക്കണം അല്ലേ? അവൾ എന്നെ പറ്റി എത്ര മോശമായി വിചാരിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങളെ പറ്റിയിട്ട് അതൊന്നും പാടില്ല അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അത് വരുത്തി വെച്ചത് ഞങ്ങളാരും അല്ലല്ലോ. നിങ്ങളെ പറ്റി എന്ത് നുണ വേണേലും പറഞ്ഞോ. ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ ഞങ്ങളെ പറ്റി അങ്ങനെ പറയണ്ട, അതിന് ഇയാൾക്ക് ഒരു അവകാശവുമില്ല. ഹരീഷ് ഒച്ച വെക്കുമ്പോഴേക്കും എടാ വഴക്കുണ്ടാക്കാതെ മതി എന്ന് സുഭാഷ് അവനെ തടയുന്നുണ്ട്. ഹരീഷ് വീണ്ടും നിങ്ങൾ കാരണം ഞങ്ങൾ എന്തിനു മോശക്കാരാവണം എന്ന് ചോദിക്കുമ്പോ അപ്പോ ഞാൻ മോശക്കാരനാവണം അല്ലേ? ഞാൻ മോശക്കാരനാവണം അല്ലേടാ എന്ന് അലറിക്കൊണ്ട് സുഭാഷ് ഹരീഷിന്റെ നേരെ തിരിയുന്നുണ്ട്. സുഭാഷ് അവനെ തടയുന്നുണ്ടെങ്കിലും അത് ഇയാളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് ചോദിച്ച് ഹരീഷും അവന്റെ നേരെ ചെല്ലുന്നുണ്ട്. സുഭാഷ് രണ്ടുപേരെയും തട്ടി മാറ്റിക്കൊണ്ട് വെറുതെ വഴക്കടിക്കല്ലേ. എടാ, അവൾ അവളുടെ സ്വന്തം ചേട്ടനെ പോലെയാ എന്നെ കാണുന്നത്. ഞാനും അവളെ സ്വന്തം അനിയത്തി പോലെയാ കാണുന്നത്. എന്നെ പറ്റി നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് അവൾ എന്നോട് ജോലിക്ക് വേണ്ടി ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയുമെടാ? നുണ പറയാൻ എനിക്ക് പറ്റണ്ടേ എന്ന് സുഭാഷ് പറയുമ്പോ ഓ സൂപ്പർ, അത് കലക്കി. അവള് നിങ്ങളെ സ്വന്തം ചേട്ടനായിട്ട് കാണുന്നു, നിങ്ങൾ അവളെ അനിയത്തിയായിട്ട് കാണുന്നു. അതുകൊണ്ട് അവള് വിഷമിക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കെന്ത് റോളല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ പിറന്ന അനിയനല്ലേ? ഞാൻ വിഷമിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലേ? അനിയത്തിയോട് സ്നേഹം വന്നപ്പോ അനിയൻ എന്ത് പറ്റിയാലും വേണ്ടില്ല എന്നങ്ങ് വിചാരിച്ചു. വലിയ സത്യവാൻ അല്ലേ എന്ന് സുധീഷ് സുഭാഷിനോടായി ചോദിക്കുമ്പോ അതെ സുഭാഷ് ഏട്ടൻ അങ്ങനെ തന്നെയാ, അതിനെന്തു വേണം? എന്തു വേണമെന്ന് എന്ന് ചോദിച്ച് ഹരീഷ് വീണ്ടും അവന്റെ നേരെ ചെല്ലുന്നുണ്ട്. വേണ്ട എന്ന് പറഞ്ഞ് സുഭാഷ് തടയുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും സുഭാഷ് ഏട്ടാ. ഇയാള് കുറെ നേരമല്ലോ വർത്താനം പറയണോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ നമുക്കായി കുറ്റം. ഒരുപാട് ഓവറാക്കല്ലെന്ന് ഹരീഷും. അത് ശരി, എല്ലാരും കൂടി എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇപ്പോ ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നു അല്ലേ എന്ന് സുധീഷും. തന്റെ ജീവിതം കൊള്ളായെങ്കിലേ അതിന് കാരണം താനാ, അതിന് ഞങ്ങൾക്ക് റോളില്ല. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് അടിച്ചു മാറ്റാൻ നോക്കുമ്പോഴേ ഒരിക്കൽ പൊട്ടുമെന്ന് ആലോചിക്കണമായിരുന്നു എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ അവൻ അടിക്കാനായി വരുന്നുണ്ട്. അപ്പോഴാണ് നികേഷും നിധിയും വീട്ടിലേക്ക് നടന്നു വരുന്നത്. സുഭാഷ് അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് എടാ അവൻ ആ ദേഷ്യത്തിലാ, നീ കൂടി അങ്ങനെയായാലോ എന്ന് ഹരീഷിനോട് പറയുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും സുഭാഷ് ഏട്ടാ. ഇപ്പൊ ദേഷ്യം വരുന്നുണ്ടെങ്കിലേ അത് സത്യം പറയാത്തോണ്ടാ. എപ്പോ നുണ അടിച്ചു വിടാൻ തുടങ്ങിയോ അപ്പൊ നിങ്ങളുടെ ജീവിതം കയ്യിന്ന് പോവാൻ തുടങ്ങിയതാ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോ ഓ അപ്പോ എല്ലാവരും കൂടി എനിക്കെതിരായല്ലേ? എടാ എനിക്കറിയാടാ, നീയാണ് സുഭാഷ് ഏട്ടനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത്. എങ്ങനെയെങ്കിലും എന്റെ ജീവിതം നശിപ്പിച്ചേ തീരുമെന്ന് തീരുമാനിച്ച് നീ ചെയ്തു കൂട്ടിയതാ ഇതെല്ലാം അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ അനാവശ്യം പറയുന്നോടാ എന്ന് ചോദിച്ച് അവന്റെ കരണ താഞ്ഞടിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് നിധിയും നികേഷും ഉമ്മറത്തേക്ക് എത്തുന്നത്. അടികിട്ടി താഴോട്ട് വീണ സുധീഷും അവിടെ എഴുന്നേറ്റ് ഹരീഷിനെ അടിക്കാനോ ഓങ്ങുമ്പോഴേക്കും അത് പതിക്കുന്നത് സുഭാഷിന്റെ കരണത്താണ്. നികേഷും നിധിയും ആ കാഴ്ച കണ്ട് ഞെട്ടിലോ നോക്കി നിൽക്കെ അടി കിട്ടിയ കവിളും പൊത്തിപ്പിടിച്ചോണ്ട് ടെൻഷനോടെ സുധീഷിനെ നോക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.